പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ഓപ്പറേഷൻസ് നിർത്താൻ പറഞ്ഞുകൊണ്ട് RBI ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. അതിന് പ്രകാരം ഇനി മുതൽ പേടിഎം പേയ്മെന്റ് ബാങ്കിന് 2024 ഫെബ്രുവരി 29 ശേഷം യാതൊരു ഡെപ്പോസിറ്റും സ്വീകരിക്കാൻ കഴിയുകയില്ല. ഈ ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത് അതിനകത്ത് ഫാസ്ടാഗ്, മെട്രോ കാർഡ് തുടങ്ങിയവ ഉൾപ്പെടും. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ഡെപ്പോസിറ്റും ഫെബ്രുവരി 29 ശേഷം പേടിഎം ബാങ്കിലേക്ക് നടത്താൻ സാധിക്കുകയില്ല. എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൽ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇഷ്യൂസ് 2024 മാർച്ച് 15 പരിഹരിക്കണം. RBI പുതിയ കസ്റ്റമേഴ്സിനെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പേടിഎമ്മിന് 2022 തന്നെ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. അതിന്റെ തുടർച്ചയായുള്ള നടപടിയാണിത്. പേടിഎമ്മിന്റെ മറ്റു പല സേവനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് UPI സേവനങ്ങൾ. എന്നാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മറ്റൊരു ബാങ്കിലാവുകയും UPI സേവനം പേടിഎമ്മിന്റെ മൊബൈൽ ആപ്പ് വഴി ഉപയോഗിക്കുന്നതുമാണെങ്കിൽ അതിൽ തടസ്സം നേരിടില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ പേടിഎം വാലറ്റ് ആയിരിക്കും ഉപയോഗരഹിതമാകുക. എന്നാൽ പേടിഎമ്മിലെ UPI സേവനങ്ങൾ, അതായത് ഗൂഗിൾ പേയിലേക്ക് നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്ന പോലുള്ള സേവനങ്ങൾ നമുക്ക് തുടരാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.